ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 12 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 15 വെളുത്തുള്ളി അല്ലി തൊലിയോടുകൂടി നന്നായിട്ട് കഴുകിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്. ഇനി ഇതിലേക്ക് 5-6 ഉണക്കമുളക്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിയില. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ വലിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതാ 3/4 കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. കൂടെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കും. കൂടെ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ നാരങ്ങാനീര്. ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കണം. ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിനി ഇത് 1 മണിക്കൂർ റെസ്റ്റിന് മാറ്റി വെക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനി നല്ല പോലെ ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ടാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ 2 സൈഡും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ ഇപ്പോൾ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് അങ്ങ് കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതുപോലെ തന്നെ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.